പൊന്നാനിയിൽ പുതിയ കോടതി സമുച്ചയം നിർമ്മിക്കുന്നതിനുള്ള പ്രധാന സാങ്കേതിക കടമ്പ നീങ്ങി. പഴയ കോടതി കെട്ടിടം നിലനിൽക്കുന്ന സ്ഥലത്തെ 70 സെന്റ് ഭൂമി പുതിയ കോടതി സമുച്ചയത്തിനായി ജുഡീഷ്യൽ വകുപ്പിന് ഉപയോഗിക്കാൻ അനുവദിച്ചാണ് റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം റവന്യൂ വകുപ്പിൽ തന്നെ നിലനിർത്തിയാണ് ഉപയോഗാനുമതി. കെ പി നൌഷാദ് അലി MLA ഇടപെടലിനെ തുടർന്നാണ് സാങ്കേതിക കുരുക്കുകൾ അഴിഞ്ഞത്. ഏകദേശം 140 വർഷത്തോളം പഴക്കമുള്ള നിലവിലെ പ്രധാന കോടതി കെട്ടിടം ഗുരുതരമായ ബലക്ഷയം നേരിട്ടതിനെ തുടർന്ന് ഇപ്പോൾ മറ്റൊരു താൽക്കാലിക കെട്ടിടത്തിലെ പരിമിതമായ സൗകര്യങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. പഴയ കെട്ടിടത്തിന്റെ കാലപ്പഴക്കവും സുരക്ഷാ പ്രശ്നങ്ങളും പുതിയ കോടതി സമുച്ചയത്തിന്റെ ആവശ്യകത ശക്തമാക്കിയിരുന്നു. കാലപ്പഴക്കത്തെ തുടർന്ന് കോടതി പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ സ്ഥിതി പിന്നീട് ഗുരുതരമായി. കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്നും ഇവിടെ കോടതി പ്രവർത്തനം തുടരുന്നത് കോടതിയിലെത്തുന്നവരുടെ സുരക്ഷയ്ക്കും കോടതിയിലെ വിലപ്പെട്ട രേഖകൾക്കും അപകട സാധ്യത സൃഷ്ടിക്കുമെന്നും PWD തലത്തിൽ വിലയിരുത്തലുണ്ടായി. മേൽക്കൂര ചോർച്ച, കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ, രേഖകളുടെ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളും വിവിധ ഘട്ടങ്ങളിൽ ഉയർന്നിരുന്നു. തുടർന്നാണ് കോടതി താലൂക്ക് ഓഫീസിന് എതിർവശത്തുള്ള താൽക്കാലിക കെട്ടിടത്തിലേക്ക് മാറ്റിയത്. എന്നാൽ ആവശ്യത്തിന് അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ഈ കെട്ടിടത്തിലെ പരിമിതികൾക്കിടയിലാണ് കോടതി ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. കോടതിയുടെ ദൈനംദിന പ്രവർത്തനത്തെയും അഭിഭാഷകരെയും ജീവനക്കാരെയും പൊതുജനങ്ങളെയും ബാധിക്കുന്ന അസൗകര്യങ്ങൾ പുതിയ കോടതി സമുച്ചയത്തിനായുള്ള ആവശ്യം കൂടുതൽ ശക്തമാക്കി. പഴയ കോടതി നിലനിൽക്കുന്ന ഭൂമി റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലായിരുന്നതിനാൽ പുതിയ കോടതി സമുച്ചയം നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഭൂമിയുടെ ഉപയോഗാനുമതി നിയമവകുപ്പിന് ലഭ്യമാക്കുക എന്നത് പ്രധാന കടമ്പയായി മാറി. ഇതുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകൾ തമ്മിൽ വർഷങ്ങളായി കത്തിടപാടുകളും ഫയൽ നടപടികളും നടന്നുവരികയായിരുന്നു. 140-ലേറെ വർഷത്തെ പഴക്കമുള്ള കെട്ടിടം, ഭൂമി, വകുപ്പ് തല ഉടമസ്ഥാവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട പഴയ രേഖകളും നിയമ നൂലാമാലകളും സാങ്കേതിക തടസ്സങ്ങളും നടപടികൾ അനന്തമായി നീളാൻ കാരണമായി. വർഷങ്ങളായി വിവിധ വകുപ്പുകൾക്കിടയിൽ നീങ്ങിയിരുന്ന ഫയൽ നടപടികൾക്ക് വേഗം നൽകുന്നതിനാണ് പിന്നീട് MLA നേതൃത്വത്തിൽ അടിയന്തര ഇടപെടലുകൾ നടന്നത്. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് MLA നേതൃത്വത്തിൽ പൊന്നാനിയിലെ മുതിർന്ന അഭിഭാഷകരുമായി ഓഗസ്റ്റ് 11 തിരുവനന്തപുരത്ത് വിവിധ വകുപ്പ് മന്ത്രിമാരെയും ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളെയും നേരിൽ കണ്ടു. ബന്ധപ്പെട്ട വകുപ്പുകളുടെയും അവിടെയുള്ള ഫയൽ നടപടികളെയും ഒരേ സമയം ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് തുടർന്ന് നടന്നത്. എന്നാൽ സർക്കാർ ഉത്തരവിറങ്ങിയെങ്കിലും കോടതി സമുച്ചയത്തിന്റെ എല്ലാ നടപടികളും പൂർത്തിയായിട്ടില്ല. കോടതി സമുച്ചയ നിർമ്മാണത്തിനായി കേന്ദ്ര സർക്കാർ നീക്കിവച്ചിരുന്ന 45 കോടി രൂപയുടെ തുടർ നടപടികൾ പൂർത്തിയാക്കി തുക പാസാക്കിയെടുക്കുക എന്നതാണ് അടുത്ത പ്രധാന കടമ്പ. ഈ നടപടിയും അതിവേഗം പൂർത്തിയാക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചതായി MLA അറിയിച്ചു. റവന്യൂ ഉത്തരവിറങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി PWD ബിൽഡിംഗ് വിഭാഗത്തിന്റെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും അടിയന്തര യോഗം ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ MLA വിളിച്ചു ചേർത്തു.